ഹലോ ഗേൾസ്, ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ഒന്ന് തിരുനെല്ലി അമ്പലം വരെ പോവുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മളെ അച്ചച്ച നമ്മളെ വിട്ടുപോയിട്ട് 2 വർഷമാവാം കേട്ടോ. പോകുന്ന വഴിക്ക് കൊച്ചച്ചേനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നേ. പോകുന്ന വഴിക്ക് കാട്ടിക്കുളത്തുനിന്ന് എണ്ണയും അടിച്ചിട്ടുണ്ടായിരുന്നേ. ആദൂട്ടനാണെങ്കിൽ ഒരു ഉറക്കത്തിൻ്റെ ഹാങ് ഓവറിലാട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം തിരുനെല്ലി എത്താനായിട്ടുണ്ട്. ഇവിടേക്ക് ഇന്നലെ വൈകുന്നേരം തൊട്ട് അത്യാവശ്യം നല്ല മഴയായിരുന്നു കേട്ടോ. ഏകദേശം രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേനും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ എത്തിയ ടൈമിൽ ആദ്യം തന്നെ ബലിയിടാനുള്ള റെസിപ്റ്റ് ഒക്കെ ആക്കിയിട്ട് നേരെ നമ്മൾ അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പണ്ടൊന്നും ഈ വഴിയെ കൂടെ പോകാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഇപ്പൊ പിന്നെ കല്ലൊക്കെ പാകിയോണ്ട് തന്നെ നല്ല സുഖമാണ് പോകാൻ. തുമ്പിമോളൊക്കെ നടന്ന് കയറി വരുന്നുണ്ട്. ഈ ആദൂട്ടനെയും കിച്ചൂട്ടനെയും കൊണ്ട് മുമ്പിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ പാപനാശിനീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് ഫോൺ അലൗഡ് അല്ലേ, അതുകൊണ്ട് നമ്മൾ ഫോണൊക്കെ ഓഫാക്കി ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബലിയൊക്കെ ഇട്ട് നമ്മൾ തിരിച്ചിറങ്ങിയേ. ഞങ്ങൾ അമ്പലത്തിലോട്ട് വരുമ്പോൾ എൻ്റെ കൂടെ തുമ്പിമോളും അവളുടെ കൂടെ ആദൂട്ടനുമാണ്. അവരാട്ടോ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ. അവർ ബാക്കിയുള്ളവരൊക്കെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു പട്ടി ആധികാരികമായി എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ കിച്ചുമോനാകട്ടെ തലയിലൊരു തോർത്തൊക്കെ കെട്ടി അമ്മച്ചീൻ്റെ കൂടെ നടന്നു പോവുകയാണ്. കുട പിടിക്കാൻ മടിയായിട്ടാണ് ഈ തോർത്ത് കെട്ടിക്കൊണ്ട് കിടക്കുന്നത്. അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ കയറി അമ്പലത്തിൽ കയറി തൊഴുതൊക്കെ ഇറങ്ങിയേ. അമ്പലത്തിൽ രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ രാവിലെ ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. നേരെ മേമേൻ്റെ അടുത്തോട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മേമ നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഫുഡൊക്കെ ആക്കി വെച്ചിട്ടായിരുന്നു പണിക്ക് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും കൂടെ വേഗം അതൊക്കെ കഴിച്ചു കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മരണമുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തിരിച്ചു വരുവും വേണം കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പോൾ കിച്ചുമോനൊന്ന് പുഴയിൽ ഇറങ്ങണം എന്നും പറഞ്ഞിട്ട് അവനെ ഇറക്കാൻ വേണ്ടി അമ്മച്ചിയും മായക്കൂട്ടനും കൂടെ പോയതാണ്. അപ്പോൾ ആദൂട്ടനും തുമ്പിമോക്കൊക്കെ ഇറങ്ങണം കേട്ടോ. അങ്ങനെ തുമ്പിമോളും കരച്ചിലൊക്കെ ആയേ. അങ്ങനെ അവർ പുഴയിലൊക്കെ ഇറങ്ങി തിരിച്ചിപ്പുറത്ത് കൂടെ കയറി വന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ ആദൂട്ടനും മായക്കൂട്ടനും കൂടെ ഒരേ ഹായ് കാണിക്കലാണ്. പിന്നെ അവരുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് വരികയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ എവിടേക്കും നോക്കിയാലും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇവിടുത്തെ ചെക്ക് ഡാമൊക്കെ ആളും ആരവും ഇല്ലാതെ ഒതുങ്ങി കൂടിയിരിക്കുന്നുണ്ട്. അങ്ങനെ കാട്ടിക്കുളം എത്തി കൊച്ചച്ചി അവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞു. കൊച്ചച്ചിക്ക് കൽപ്പറ്റയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ കൊച്ചച്ചേനെ കാട്ടിക്കുളം ഇറക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ടാറ്റ ബൈ, ടേക്ക് കെയർ.